കേന്ദ്ര സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും വിമർശിച്ച് നടനും തമിഴക വെട്രി കഴകം പ്രസിഡന്റുമായ വിജയ് ജനങ്ങളെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ബി.ആർ. അംബേദ്കറെക്കുറിച്ചുള്ള രചനകൾ സമാഹരിച്ച് VCK ഡെപ്യൂട്ടി ജനറൽ ആദവ് അർജുന തയ്യാറാക്കിയ എല്ലോർക്കും തലൈവർ അംബേദ്കർ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ശബ്ദമുയർത്തണം. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പരിഹാരം ലളിതമാണ്. ജനങ്ങളെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുക്കണം, വിജയ് പറഞ്ഞു. രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെയും വിജയ് കുറ്റപ്പെടുത്തി. ശുദ്ധജലത്തിൽ മനുഷ്യവിസർജ്യം കലർന്ന വേങ്കവയൽ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു നടപടിയും എടുത്തില്ലെന്നും വിജയ് പറഞ്ഞു. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ ആണിക്കല്ലെന്നും അംബേദ്കർ ജന്മദിനം രാജ്യം ജനാധിപത്യ അവകാശ ദിനമായി ആചരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പണം ഞങ്ങൾ തരും. ഒരു മുതിർന്ന സഖ്യ പങ്കാളിയുടെ നിർബന്ധം മൂലം VCK പ്രസിഡന്റ് തോൽ തിരുമാവളന് പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നും വിജയ് പറഞ്ഞു. സഖ്യകക്ഷി സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലം അംബേദ്കറുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പോലും പിന്മാറിയ തിരുമാവളൻ്റെ മനസ്സ് നമ്മോടൊപ്പം ഉണ്ടാകുമെന്നും വിജയ് പറഞ്ഞു. ആദ്യം MK സ്റ്റാലിനെ ആയിരുന്നു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സ്റ്റാലിനു പകരം വിജയ് ആയി. ഒക്ടോബറിൽ വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിജയ്ക്കൊപ്പം വേദി പങ്കിടാൻ തിരുമാവളൻ സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം പിന്മാറി. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയും നിലനിൽപ്പിനായി രാഷ്ട്രീയ സഖ്യത്തെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവരെ താൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ നിരാശാജനകമായ സഖ്യത്തിൻ്റെ കണക്കുകൂട്ടലുകൾ 2026 ജനങ്ങൾ തന്നെ നശിപ്പിക്കും, വിജയ് പറഞ്ഞു. വിരമിച്ച മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് K. ചന്ദ്രു ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ അംബേദ്കറെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ആനന്ദ് തെൽത്തുംബെ ഏറ്റുവാങ്ങി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.